ഗ്യാരേജിലേക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇപ്പം എല്ലാ ദിവസവും വരാറുണ്ട്. ആ സീതാ ആകെ പിച്ചേ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ആഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖവെള്ളി, വിഷു, ഈസ്റ്റർ ഈ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു ആഴ്ച നമുക്ക് 3 വണ്ടി ഡെലിവറി ചെയ്യാനുണ്ട്. 2 ഇന്നോവ ഡെലിവറി ചെയ്യണം, ഒരു എത്തിയോസ് ഡെലിവറി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, പരിശ്രമത്തിലാണ്. ഇന്ന് 4-ാം തീയതിയാണ്, ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ തിങ്കളാഴ്ച ഞങ്ങൾ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച അപ്പോൾ ബൂത്തിൽ നമ്മളൊരു വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി നമുക്ക് വ്യാഴാഴ്ചയെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യണം. കാരണം വെള്ളി ദുഃഖവെള്ളിയാണ്, ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈസ്റ്ററിൻ്റെ തലേദിവസമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പണിക്കാരും ലീവായിരിക്കും, നമ്മളും ലീവായിരിക്കും. കാരണം നമുക്കും പരിപാടികളും നമ്മുടെ ഒരു ഫാമിലി ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഗാരേജിൽ എത്തിയിട്ടുണ്ട്. HCV നമ്മൾ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിയാണ് ഒരു വണ്ടി എന്ന് പറയുന്നത്. അത് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലെ സെറ്റിങ്ങും പിന്നെ ഫ്ലോറും കാര്യങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്യാനുണ്ട്. അത്രയും വർക്കാണ് ബാക്കിയുള്ളത്. പിന്നെ കട്ടിങ് പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ റെഡിയായി നിൽക്കുന്നത്. മറ്റൊരു വണ്ടി പൂത്തിലടങ്ങുന്ന വണ്ടി, ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇതേ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ പെയിൻറ്റിങ് അവസാനിക്കും കേട്ടോ. അവിടെ റോൾട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ ബമ്പറും കാര്യങ്ങളെല്ലാം അഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് എത്തിയോസിനകത്തേക്ക് കയറ്റണം. കാരണം ഈ ആഴ്ച പോകാനുള്ള വണ്ടി അതാണ്. ഈ ഒരു വണ്ടി പ്രൈമർ കോട്ട് കഴിഞ്ഞൊരു വണ്ടിയാണ്. പക്ഷേ ഇതും അടുത്ത ആഴ്ച പോവുള്ളൂ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ തൽക്കാലം പുറത്തേക്ക് ഇറക്കാം. പതിനെട്ടെണ്ണത്തിനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടീനെ പുറത്തിറക്കാം. അതിൻ്റെ ബാക്കിലെ ഡിക്കിയും സൈഡ് പാനലും മാത്രം ഇനി പോളിഷിയും ബാക്കിയുണ്ട്. എത്തിയോസിൻ്റെ ചാവി എടുക്ക്. ഈ ഒരു വണ്ടിയുടെ പെയിന്റ് നമ്മൾ വണ്ടി അഴിക്കണേക്കാളും മുമ്പ് അതിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. इसका ना खाली एक साइड का बाकी है, उसके बाद में मंसूर को तो जाएगा. വ്യാഴാഴ്ച ഡെലിവറിയുള്ള വണ്ടി ഒരെണ്ണം നമ്മുടെ ബൂത്തിൽ പെയിൻറ്റിങ് ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അവസാനിക്കട്ടെ. ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് ഇവിടെ തുടരാം. ഇപ്പോൾ എത്തിയോസിൻ്റെ വർക്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി നമ്മൾ ടച്ചപ്പിന് വേണ്ടി വന്നതാണ്. അതിൻ്റെ ഫ്രണ്ടും ബാക്കും ടച്ചപ്പ് കഴിഞ്ഞ് ഇനി പോളിഷിങ് മാത്രമുള്ളത് കഴിഞ്ഞാൽ ഇത് ഇറങ്ങിപ്പോവും. ഇനി നമ്മുടേതായിട്ടുള്ള ബാക്കി. ഈ ഒരു വണ്ടി കംപ്ലൈൻറ്റ് വണ്ടിയായിരുന്നു. കസ്റ്റമർക്ക് ഇപ്പോൾ ധൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാൻഡിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഡിക്കി നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഡിക്കി ബാക്കിലെ പോയതാണ്. ബാക്ക് ഡിക്കി ഇതിൻ്റെ അഴിക്കാൻ പോകണം കേട്ടോ. ഇതിൻ്റെ കണ്ട ഈ സ്ഥലങ്ങളൊക്കെ കണ്ട പൊട്ടിയിട്ടേക്ക്. ഈ സ്ഥലങ്ങളൊന്നും ആരും പൊട്ടിയിട്ടില്ല. അത് അങ്ങനെ ഒരു തട്ടൽ വന്ന കാരണം ചെയ്തതെന്നാണ്. ഇവിടെയൊക്കെ സാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്നാലും പറയണേ टाइम लगेगा ना गाड़ी में? बहुत टाइम लगेगा, पूरा वो है प्राइमर करेगा पूरा. तो एक काम करो, वोल्टेज अभी इधर लेके आओ, वो वाला इनोवा को साइड पे डाल दे. कल उसका काम वापस चालू करेगा. ഇതിൻ്റെ ആ ഒരു ഗ്ലാസ് കയറണില്ല. അപ്പോൾ അതിൻ്റെ കവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാലാവസ്ഥ മാറുന്നുണ്ട്. ഈ കവർ ഡാൽതേനാ ബരാബർ. ബേസലിൻ്റെ വണ്ടി ഇതേ പ്രൈമർ അടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ. ഇതിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതേ ഏകദേശം പ്രൈമർ കോട്ട് ആവാൻ നിൽക്കുന്നു കേട്ടോ. നമ്മൾ കാലത്ത് ഓൾട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. കാലത്തല്ല ഇപ്പം തന്നെ. അപ്പോൾ അത് വണ്ടി ഇതേ വീണ്ടും എടുക്കുക. കാരണം അതിൻ്റെ ബാക്കി അഴിക്കൽ ആനന്ദോ പീച്ചക്കർക്ക് ഇടാല്ല. ഒരു ടാക്സി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കസ്റ്റമർക്ക് അറിയാതെ ഏതാ വണ്ടിയെന്ന് കസ്റ്റമർക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പെയിൻറ്റ് ഫുള്ളായിട്ട് ഒളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. ഫുള്ളായിട്ട് തന്നെ പെയിൻറ്റ് റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബോഡി ഫില്ലർ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അതെ ഈ ഒരു സൈഡ് നമ്മൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരോ കംപ്ലൈൻറ്റുകൾ തീർത്ത് മാക്സിമം ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം തന്നെ തട്ടിയാണ് ഉൾട്ട ട്രെയിൻ മാറും ഉൾട്ട. ആ സീതാ ആകെ പിച്ചേ 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 पीछे पीछे जा. हाँ सीधा करो. ഈ ഒരു വണ്ടിയുടെ ഓൾട്ടീസിൻ്റെ കംപ്ലൈൻറ്റ് നല്ല ഫുൾ പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ ഡാഷ്ബോർഡ് ക്ലിയർ ചെയ്യണം. ഡാഷ്ബോർഡിൻ്റെ അവസ്ഥ നോക്കി. ഇതെന്ത് പറ്റിയെന്നറിയില്ല. അത് ചൂടായി കൊറോളയ്ക്ക് ഉണ്ടായിരുന്നു. പഴയ കൊറോളയ്ക്ക് ഉണ്ടായിരുന്നു ഈ ഒരു കംപ്ലൈൻറ്റ്. എന്തെങ്കിലും ചെയ്യണം. കുഷ്കറിനെപ്പോഴേക്കാണ് മഴ പെയ്ത് തുടങ്ങി. ഞാൻ പറഞ്ഞ മാതിരി തന്നെയായിട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ വണ്ടികളും കാര്യങ്ങളൊക്കെ ഓർഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 വണ്ടിയുടെ, അതായത് ഇന്നോവ വൈറ്റിൻ്റെയും ഗ്രേയുടെയും പാർട്സ് ഓർഡർ ചെയ്യണം. അതായത് ഈ ആഴ്ച പോകാനുള്ള 2 വണ്ടിയുടെ പാർട്സുകൾ ഓർഡർ ചെയ്യണം. പാർട്സ് ഞാൻ അഡ്വാൻസ് കസ്റ്റമറോട് ചോദിച്ചിരുന്നു. കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്തൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ
ബമ്പറും കാര്യങ്ങളൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ്. ഗ്രില്ലും സാധനങ്ങളൊക്കെയാണ്. ഗ്രില്ല് അങ്ങനത്തെ ആക്സറീസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ. ആ പരിപാടിക്ക് പോട്ടെ. ഓക്കെ, അങ്ങനെ പാർട്സുകൾ അതിൻ്റെ ഗ്രില്ലും സാധനങ്ങൾ അങ്ങനെയുള്ള പാർട്സുകളും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ, ബാക്ക് നോർമൽ ടൈലൈറ്റ് കസ്റ്റമർ പറഞ്ഞ് രണ്ടാമത് വിളിച്ചിട്ട് അപ്പോൾ 2 ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ വേണം. പിന്നെ അതിൻ്റെ ടൈലൈറ്റും സാധനം മറ്റേ റിഫ്ലക്ട് സാധനങ്ങൾ അങ്ങനെയുള്ള കൺസ്യൂമർ സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ വേണം. അത് ഓർഡർ ചെയ്യാൻ ഓക്കെ. അവിടെ ചില പണികൾ പെട്ടെന്ന് പറയും, പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ വണ്ടിയുടെ ഡീസൽ തീർന്നു, അവിടെ വൈറ്റ് വാൻ്റെ ഡീസൽ തീർന്നു. നമുക്ക് അത് വാങ്ങിയിട്ട് വരാം. ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് ഓരോ പണികൾ കിട്ടുന്നത്. നമ്മുടെ വണ്ടി പഞ്ചറായി, ബാബട്ട എത്തി പഞ്ചറായി. ഈ വണ്ടിയുടെ നമുക്ക് ഈ ഡോർ പേഡുകൾ നമുക്ക് കൊണ്ടുപോകണം. ഇതിൻ്റെ ഈ ഒരു ഏരിയ ബ്ലാക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റീറിംഗ് വീല് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീറിംഗ് വീല് ചേഞ്ച് इसके लिए प्रॉब्लम नहीं है, आनंद स्टीयरिंग व्हील चलेगा, स्टीयरिंग व्हील चेंज करेगा कस्टमर तो वो हैंड ब्रेक का वो सब बोल. നമുക്കിത് ഇന്ന് കൊണ്ടുപോയാൽ പറ്റും. മെഷീനിൽ എയർ അടിക്കാം, 2 പഞ്ചർ ഒട്ടിച്ചിട്ട് എയർ അടിച്ച് തൽക്കാലം നമുക്ക് കൊണ്ടുപോകാം. എന്നിട്ട് പഞ്ചർ ഒട്ടിക്കാൻ നോക്കാം കേട്ടോ. ഗ്യാരേജിക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇപ്പം എല്ലാ ദിവസവും വരാറുണ്ട്. നമ്മളിപ്പോൾ ഈ ഉച്ചയ്ക്ക് ചോറിനുള്ള സമയത്ത് ഇത് എല്ലാ ദിവസവും വന്ന് നിൽക്കും. അപ്പോൾ ഭക്ഷണം കിട്ടുന്ന കാരണം തോന്നുന്നുണ്ട്. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 സെറ്റ് ഹെഡ്ലൈറ്റ് എടുക്കണം. പിന്നെ കുറച്ച് ക്രോം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ വണ്ടി പഞ്ചറായിരുന്നു, പഞ്ചർ ഒട്ടിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ 2 വണ്ടിക്കുള്ള ഹെഡ്ലൈറ്റ് സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, അതേപോലെ തന്നെ കുറച്ച് ക്രോം ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ താഴെയാണ് കാണിക്കാറില്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പർച്ചേസിങ് കാര്യങ്ങളും കഴിഞ്ഞു. ഇനി സീറ്റിൻ്റെ കുറച്ച് മെറ്റീരിയലുണ്ട്, അത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കണം. ഒരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം ഏകദേശം തീർന്നു. ഈവനിങ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റ് ടൈലൈറ്റ് ഗ്യാരേജിലേക്ക് ഇന്ന് തന്നെ എത്തിക്കണം. കാരണം ഓവർ ടൈം ചെയ്തിട്ട് വൈറ്റ് ഇന്നോവ നമ്മൾ നേരത്തെ കയറ്റിയിട്ടുണ്ടായില്ലേ. അപ്പോൾ ഓവർ ടൈം ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടേജ് സെറ്റിങ് ആയിട്ട് തീർന്നോളും. ബമ്പറും കാര്യങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടേജ് സെറ്റിങ് കാര്യം തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്. അപ്പോൾ അതിൻ്റെ വൈറ്റ് ഇന്നോവ, ആ ഇന്നോവയുടെ സീറ്റിൻ്റെ അതായത് ഡോർ പാഡുകളും കാര്യങ്ങളും, സീറ്റല്ല ഡോർ പാഡുകളും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ് ചെയ്യാൻ പറഞ്ഞില്ല. ലെതർ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ സ്ലിംഗ് മെറ്റീരിയലിൽ നമുക്ക് സൈഡ് വശങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്യാരേജിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗ്യാരേജിൽ അങ്ങനെ വൈകുന്നേരം ഏകദേശം ഇപ്പോൾ സമയം 7:15 എത്തിയിട്ടുണ്ട്. സാധനങ്ങൾ ഇറക്കട്ടെ. दो बॉक्स है हेडलाइट है. ये कैसे लगेगा? അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരിച്ചെത്തിയപ്പോൾ അതേപോലെ എത്തിയോസിൻ്റെ അതേ പ്രൈമർ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെയും അടിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്താം. 2 LED റിഫ്ലക്ടർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ബമ്പറും ഫിറ്റ് ചെയ്യുന്ന 2 റിഫ്ലക്ടർ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഹാൻഡിൽ ക്രോം റീപ്ലേസ്, ഹാൻഡിൽ ക്രോം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽ ക്രോം വാങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റയുടെ ഒരു ബീഡിങ് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മിററിൻ്റെ ക്രോം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ ഫ്രണ്ടിലെ ബമ്പറിന് വരുന്ന അണ്ടർ ക്രോം മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല. 2 ഹെഡ്ലൈറ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാളെ നമ്മുടെ ഒരു വണ്ടി അയച്ച ഡെലിവറി ചെയ്യേണ്ട ഒരു വണ്ടി ഇവിടെ ബൂത്തിൽ ഇപ്പോഴും അതിൻ്റെ
മാസ്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നാളത്തെ വ്ളോഗ് എല്ലാവരും വേണമെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓട്ടം കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഈ ആഴ്ച, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, ശനിയാഴ്ച അല്ല വ്യാഴം അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് ഈ 2 വണ്ടി 8 ദിവസം ഡെലിവറി ചെയ്തേ പറ്റൂ. അതേപോലെ ഈ ഒരു ബേസലിൻ്റെ വണ്ടി, ബേസൽ എന്ന് പറഞ്ഞ കസ്റ്റമറിൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ബൂത്തിലേക്ക് അടിക്കാനും കയറ്റണം, ഈ ഒരു വണ്ടി തീർക്കണം, അങ്ങനെ ഒരുപാട് പണികൾ ഇനിയുണ്ട്. അപ്പോൾ എന്തായാലും 3 വണ്ടി എന്തായാലും ഡെലിവറി ചെയ്തേ പറ്റൂ. വ്യാഴം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഡെലിവറി ചെയ്തേ പറ്റും. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇനി പണിക്കാർ ഇപ്പോൾ ഇന്നും ഓവർടൈം ചെയ്തിട്ട് ആ ഗ്രേ വണ്ടി ഇന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ അതിൻ്റെ പെയിൻറ്റിങ്ങും ഫൈനൽ ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്ങും അതേപോലെ തന്നെ ആ വൈറ്റ് വണ്ടിയുടെ സെറ്റിങ്ങൊക്കെ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഓരോരുത്തരുടെ ഓരോ ദിവസം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടപ്പെട്ടൊരു ഇതാണ് കാർ ഗ്യാരേജ്, അതായത് നമ്മുടെ ഒരു ഗ്യാരേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യണത് കേട്ടോ ഓരോ കാര്യം. ഓക്കെ, അപ്പോൾ